ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ക്യൂബ്ഡ് 2t. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഇതാണ്. സൈൻ 3a. ഇങ്ങനെ ഒരു ഫോർമുല പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? സൈൻ 3a ഫോർമുല ആർക്കെങ്കിലും പറയാമോ? സൈൻ 3a 3 സൈൻ a മൈനസ് 4 സൈൻ ക്യൂബ്ഡ് a അല്ലേ? അപ്പോ സൈൻ 3a എന്നുള്ള ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. സൈൻ 3a എന്നുള്ളത് നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. 3 സൈൻ a മൈനസ് 4 സൈൻ ക്യൂബ്ഡ് a. അപ്പൊ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? 4 സൈൻ ക്യൂബ്ഡ് a ഷിഫ്റ്റ് ഇങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് 3 സൈൻ a മൈനസ് സൈൻ 3a എന്ന് എഴുതുക. therefore സൈൻ ക്യൂബ്ഡ് a എന്ന് പറയുന്നത് എന്താണ്? 1/4 3 സൈൻ a മൈനസ് സൈൻ 3a എന്ന് കിട്ടും. അപ്പൊ സൈൻ ക്യൂബ്ഡ് a നമുക്ക് എന്താ കിട്ടിയത്? 1/4 ഇൻറ്റു 3 സൈൻ a മൈനസ് സൈൻ 3a. ഇത് നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തില് എയുടെ സ്ഥാനത്ത് എന്താണ്? 2t ആണ്. അപ്പൊ എക്ക് വരെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? a = 2t കൊടുക്കുമ്പോ സൈൻ ക്യൂബ്ഡ് 2t is equal to 1/4 into 3 sin 2t minus sin 3 into 2t sin 60. അപ്പൊ ആ ഫോർമുലയില് നമ്മൾ എക്ക് പകരം 2t റീപ്ലേസ് ചെയ്തു. അപ്പൊ ലെഫ്റ്റ് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡിൽ 1/4 into 3 into sin എക്ക് പകരം 2t കൊടുത്തു. 3 sin 2t മൈനസ് sin 3 into എക്ക് പകരം 2t കൊടുത്തപ്പോൾ sin 60. അപ്പൊ ഇനി നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. therefore ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin ക്യൂബ്ഡ് 2t ക്ക് പകരം 1/4 into 3 sin 2t minus sin 60 കൊടുക്കുന്നു. therefore 1/4 can taken outside. then Laplace transform of 3 sin 2t minus Laplace transform of sin 60 രണ്ടായിട്ട് തിരിച്ചു. then 1/4 into Laplace transform of 3 sin 2t എന്താണ്? sin 2t യുടെ s square plus 4 minus sin 60 യുടെ എന്താണ്? 6 divided by s square plus 36. അപ്പൊ നമുക്ക് 1/4 into 6 divided by s square plus 4 minus 6 divided by s square plus 36. ഇതിന്റെ ആൻസർ ഇതാണ്. സൈൻ ക്യൂബ്ഡ് 2t യുടെ ആൻസർ. അപ്പൊ